ഹലോ ഹലോ ഷിബുവേ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട് കേൾക്കാം. മെഡിക്കൽ സ്റ്റോറിൽ തന്നെയാണോ ജോലി? ഞാൻ അവിടെ തന്നെ ഇപ്പൊ ജോലി. ആണോ? അതിന്റെ തൊട്ടപ്പുറത്തിലെ ഡോക്ടർ ഉണ്ടോ? അലക്സ് ഡോക്ടർ. ഉണ്ട്. എടാ, അമ്മയ്ക്ക് ഭയങ്കര പനിയാണ്, എനിക്ക് ആ ഡോക്ടറെ ഒന്ന് കാണിക്കണം. അമ്മയുടെ പേരും പൈസ ഒന്ന് എഴുതിയിടുവോ? പറഞ്ഞുതരാം, ഞാൻ എഴുതിയിടാം. ഗോൾഡ് വല്ല് 60 പൈസ. നിങ്ങളുടെ അമ്മയുടെ പേര് അങ്കമണിയില്ലല്ലോ? അത് ഇംഗ്ലീഷിൽ പറഞ്ഞാണ് എന്ന് എഴുതിയിടായിരുന്നു. ഓക്കെ. നമ്മളിവിടെ അന്ന് പെയിന്റിങ് പണിക്ക് വന്നില്ലടാ, മറ്റേ അവന്റെ പേര് സുരേഷോ? മക്കുവൻ ആണോ? എടാ, അവന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോടാ? അവന്റെ ഫോൺ നമ്പർ എന്തൊക്കെയാ? ഞാൻ നോക്കട്ടെ, എടുക്കട്ടെ. പറയാം. എഴുതിയെടുത്തോണേ. 8606 22 42. എന്തിനാണ് ഇത്രയും നമ്പർ? നമ്മൾ പരിചയക്കാരാന്ന് പറയണ. എടാ, ഇത്രയും നമ്പർ അല്ല. ഫോണിൽ ചാർജില്ല. നീ വെച്ചോ, ഞാൻ വിളിക്കാം. ചാർജ് ചെയ്തിട്ട് വിളിക്കാം. ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും. വെക്ക്. എന്താ ഇപ്പൊ ഓഫ് ആയ? അയ്യോ, ഈ നേരത്തെ വന്നോ? ഇന്ന് രാവിലേക്ക് വന്നോ? ഫോൺ ചാർജ് തീർന്നപ്പോ കയറി പോകുന്നു. എല്ലാം കഴിച്ചായിരുന്നോ രാവിലെ? ഇല്ല. അയ്യോ, എനിക്ക് ഞാൻ വല്ലതും ദോശ എന്തെങ്കിലും എടുക്കാൻ കഴിക്കാൻ. വിശന്നിങ്ങനെ പട്ടിണിക്ക് നടക്കരുത്, സമയത്ത് വല്ലതും കഴിക്കണം കേട്ടോ. അത് കിട്ടണ്ടേ? മാത്രം കഴുകി വെച്ചിരിക്കുവായിരുന്നു. പിന്നെ അഴുക്കാകത്തല്ലേ ഉള്ളു. എന്തോ കാണിക്കുക? എന്തോ കഴിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ഇങ്ങനെയാണോ? ദോശ കൊണ്ട് കഴിച്ചാട്ടെ. അയ്യോ, ഇത് വെന്തില്ലല്ലോ, എന്തോ കാണിക്കുക? മനുഷ്യൻ വന്ന് കഴിക്കാതിരിക്കുമ്പോ ഇങ്ങനെയാണോ കൊടുക്കുന്നത്? വേവണ്ടേ ഇതൊക്കെ? വേറെ വെന്തത് ഞാൻ തരാം. കഴിച്ചു നോക്കേ. ഇത് വെന്തതാണോ? അതിന് ഉപ്പില്ല. അയ്യോ, എന്റെ ദൈവമേ, ഉപ്പുള്ളത് തരാം. അതിങ്ങത്താ. ഞാൻ പല സൈസിലെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് കഴിക്കേ. ഇത് കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ലയോ? ഇവൻ ഇവിടെ നിന്ന് തിന്നുന്ന കണ്ട നാട്ടുകാർ പറയാൻ എന്റെ ഭർത്താവാണ്. ഒരാഴ്ചയായി അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നവനാ. അവിടെ കറണ്ട് ഇട്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ കറണ്ട് ഇട്ടിടാത്തതുകൊണ്ട് എന്റെ ഇവിടെ ചാർജ് ഒന്ന് കുട്ടിയിടട്ടെ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു അവസരം കൊടുത്ത ഇപ്പം കയറി എന്റെ ഭർത്താവിന്റെ ഭാഗം അവനങ്ങ് അഭിനയിച്ച് കയറ്റുവാ. എടാ, എന്റെ ഭർത്താവിന്റെ കാര്യം നിനക്കറിയാമോ? ഇതുപോലും മുടിഞ്ഞ ഒരു സംശയരോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയരോഗി. ഉടുത്ത തുണി വരെ അങ്ങാർക്ക് സംശയമാണ്. ഇവിടെ ഇല്ല. അങ്ങനെ നെയ്യേറ്റങ്കരം കണ്ട് തടിലോടിന്റെ പണിക്ക് പോയിരിക്കുക. എപ്പോഴാ ഏത് സമയത്താ വരുന്നതെന്ന് അറിയത്തില്ല. പൊന്നുമോൻ കഴിച്ചിട്ട് എങ്ങനെയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ. കറിയില്ലാതെ എങ്ങനെ കഴിക്കാൻ പറ്റും? കറി ഞാൻ തരാം. ഞാൻ ഉടുപ്പിനകത്ത് മൊത്തമാക്കി എന്തോ കാണിക്കുക? കുഴപ്പമില്ല, ഞാനത് കഴുകി തരാം. കിട്ടോണ്ട് പോകണ്ടല്ലേ? എടാ, ഞാനത് കഴുകി തരാമെന്ന് പറഞ്ഞില്ലേ? സമാനം എന്തോ ചെയ്യാൻ പറ്റും? കഴുകി തന്നിട്ട് പോകുന്നു. കഴുകി തരാം. നീ താങ്ങി. ആ സമയത്തായിരിക്കും അങ്ങാര് കയറി വരുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, സംശയം കൊണ്ട് ഇതുപോലെ സംശയമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? എവിടെയെങ്കിലും പോവാനൊക്കെ ഉണ്ടല്ലോ. കഴുകി തരാൻ ചേർക്കാൻ നീ അവിടെ കിടന്നുണ്ടായിരിക്കും. ഉണങ്ങോ? കഴുകി കഴിഞ്ഞാ? ഇപ്പൊ അല്ലേ, ഇപ്പൊ കിടന്ന് ഇവിടെ തന്നെ കിടന്നു ഉണങ്ങും. ഇങ്ങോട്ട് കിടക്കട്ടെ. ടോട്ടോ വരുന്നുണ്ടല്ലോ. ഇതാ ആരാ ചേച്ചി? ചേട്ടൻ വരുന്നുണ്ട്. അന്ന് ഞാൻ കാണട്ടെ. ചേട്ടൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തോ അവസ്ഥ അറിയാം. പോ പെട്ടെന്ന്. അതിന് പറഞ്ഞു നിൽക്കാന്ന്. വേണ്ട, നീ ഒന്നും പറഞ്ഞു നിൽക്കുന്ന ഇവിടെ സംശയമുള്ള മനുഷ്യനാ. ഞാൻ കാര്യം പറയാന്ന്. എന്റെ പൊന്നു കുഞ്ഞ്, എന്റെ ജീവിതം കളഞ്ഞു കുളിക്കരുത്, ഇറങ്ങി പോകാനാ പറഞ്ഞത്. അതെന്തിനെടുക്കും? അതിന്റെ ചേട്ടനെ ഉണ്ടാക്കി വെച്ചേക്കാ. പോകട്ടെ, പെട്ടെന്ന് പോകും. അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോകില്ല. ചെയ്യാനായത് അവനങ്ങ് പോയോടി. ആര്? അപ്പൊ ഒത്തിരിയും പേരുണ്ടായിരുന്നോ? എന്റെ പരിമനുഷ്യ പറയുന്നത് നിങ്ങളില്ലേ ഇപ്പൊ ഇവിടെ വന്നത്? വേറെ ആരും ഇരിക്കുന്നു ഇവിടെ? പിന്നെ നീ ആരെന്ന് ചോദിച്ചെന്തിനാ? ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ അവനങ്ങ് പോയെന്ന് ചോദിച്ചപ്പോ ഞാനോർത്ത് നിങ്ങളുടെ കാര്യം. കൊള്ളാം. ഇവിടുത്തെ കുഴമ്പ് മണക്കുന്ന പ്രായമുള്ളവരുണ്ട് വന്ന് ഇവിടെ. പ്രായമുള്ളവർ അങ്ങ് വരുവാ. കാൽപാദം. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നു പോയി. കളിക്കണ്ട പറഞ്ഞാട്ടെ. ദിനേശിന്റെ ഒക്കെ അപ്പൂപ്പനില്ലയോ? ആ അപ്പൂപ്പന് ഇവിടെ വന്നായിരുന്നു. എന്തിന്? നമ്മുടെ അച്ഛൻ വയ്യാതെ കിടക്കില്ലേ അകത്ത്, അച്ഛനെ കാണാൻ. അയ്യോ, ആ പുള്ളി ഒട്ടും നടക്കാത്ത മനുഷ്യൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വടിയും കുത്തി ഇവിടെ വന്നത് ഇന്നലെ. എടി, ഇവിടുത്തെ അച്ഛനെ അവിടെ കൊണ്ട് കാണിച്ചാ പോരായിരുന്നോ? അതങ്ങനെ ഈ വയ്യാതെ കിടക്കുന്ന മനുഷ്യനെ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് കാണിക്കുന്നേ? അങ്ങനെ ഇങ്ങോട്ട് വന്ന് കാണും. ഇവർക്കൊക്കെ എന്തോ അസുഖമാണ് ഇത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലയോ അമ്പലത്തിൽ പോയി അച്ഛനെ നടത്തിക്കണമെന്ന്? ഞാൻ അച്ഛനെ നടത്തിച്ചു. അമ്പലത്തിൽ പോയി അർച്ചന നടത്തണമെന്നല്ലേ പറഞ്ഞേ? അവിടെ കൊണ്ടുപോയി അച്ഛനെ നടത്തിയോ? വലിവ് കൂടിക്കിടക്കുവോ ഇപ്പം പടയിലേക്കാൾ? എന്റെ ദൈവം, ഞാൻ ഇനി അത് എന്തോ ചെയ്യുമെന്ന് പറ. അതുകൊണ്ടാ ഇതാ 10 വിരലിന്റെ 10 വിരല് വലുതായിട്ട് 10 വിരൽ കാണും. എന്റെ പൊന്നു മനുഷ്യ, അത് പല്ലി അടഞ്ഞു പോയതാ. അങ്ങോട്ട് മാറ്റി നോക്കിയിട്ട് അത് പല്ലിയുടെ എന്ത് വെച്ചിട്ട് നോക്കോ? പല്ലിയുടെ കാല്. അത് പല്ലിയുടെ. പിന്നെ എന്ന് പോവും അണ്ണൻ? എനിക്ക് നാളെ പോണം. നാളെ പോണ്ട. നാളെ പോണം. അവിടെ
തടിയുടെ ഇഷ്ടം പോലെ കിടക്കുന്നു പണിക്കാർ വന്നിരിക്കുന്നു. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. നീ എന്റെ സുലോനെ നീ അവിടെ കിടന്ന് വർത്താനം പറയല്ലേ. ആനയല്ലേ അവിടെ തടി വേണം, നിങ്ങൾ തടി നോക്കുന്നത് അവിടെ? ആ ആനയായിരുന്നു. കൂപ്പിലെ ഈ ആനയ്ക്ക് ഒരു 10 ദിവസത്തെ ഉത്സവ പരിപാടി ഉണ്ടായിരുന്നു. ഇവർ ഈ ആനയും കൊണ്ട് പോയി. ഈ 10 ദിവസം ആന തിന്നങ്ങ് സുഖിച്ച് ഇവിടെ വന്നപ്പോ പണിയാനൊരു മടി. ഈ നിപ്പ് നടക്കത്തില്ലല്ലോ. ദിവസം എഴുന്നള്ളത്തിൽ പോയതിന്റെ ഞാൻ തടി മൊത്തം ഈ വാസുദേവനാ കയറ്റിയത്, മനസ്സിലായില്ലേ? വാസുദേവൻ ഈ ആനയാണോ? വാസുദേവനാന്നോ ആന? എടി ഈ വാസുദേവൻ നിന്റെ വാസുദേവൻ. ഞാനോട് ആനയുടെ പേരാ. ഓ ആനയുടെ പേരാന്നോ അത്? എന്നോട് ചായ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചായ എടുത്തോണ്ട് വരാം വീട്ടിൽ. ചെയ്യോ ദൈവമേ കുറച്ച് തുണിയുണ്ട് അലക്കാൻ. തേക്കിന്റെ വാട, പ്ലാവ്, ആഞ്ഞിലി. ഇത് നല്ല ഷർട്ട്, ഇത് ഇവിടെ തേച്ചങ്ങിട്ടോളൂ. അയ്യോ ദൈവമേ. എടി ചായ ആയോ? വരുന്നേ. ആയോ ചായ കൊണ്ടോ? കേറണ്ട, അതിനു മുമ്പേ ചായ സംശയിക്കാൻ ഒരു ഇതുമില്ല സംശയത്തിന്. എന്താ സംശയം? സംശയം എന്നാ ചായ ഇങ്ങോട്ട് കുടിക്കേ. ചായ കുടിച്ചേ. എടി ദൈവം തമ്പുരാനെ, ആ ചെറുക്കനെ ഷർട്ട് എടുത്തോണ്ട് പോയില്ലയോ? ഇത് കണ്ടു കഴിഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടി ഇവിടെ നടക്കും ഇന്ന്. എനിക്ക് പയ്യെ ഇന്ന്. എന്താ ചായ കുടിച്ചില്ലയോ? ഇവിടെ ഷർട്ട് എന്തി? എന്തോ ഷർട്ട്? എന്താ ഷർട്ട്? എന്റെ ഷർട്ട് ഇവിടെ കിടന്ന് എന്ത്? അത് എനിക്കറിയാമോ. നിങ്ങളെ ബാഗ് നോക്ക്, ഷർട്ട് കാണുമോ അവിടെ? എന്റെ കയ്യിലിരിപ്പ് എന്തുവാ? എന്റെ കയ്യിലിരിപ്പ് എന്തുവാന്ന് അത് ഞാൻ എന്തുവാ പറയുന്നത്? എന്റെ കയ്യിലിരിക്കുന്ന എന്തുവാന്ന്? എന്റെ കയ്യിൽ എന്തോ ഇരിക്കും കേട്ടോ. മറ്റേ കൈ കാണിച്ചേ. രണ്ട് കൈ ഒന്ന് പോക്കേ. അയ്യോ അതാണ് പാട്. അങ്ങനെ തിരിഞ്ഞേ. ഷർട്ട് മനസ്സിലായോ? ഇനി അണ്ണൻ ഇതുപോലെ കാണിച്ച് ഞാൻ കണ്ടുപിടിക്കാം. ഞാൻ പിടിച്ചു. മറ്റേ കൈ ഒന്ന് കാണിച്ചേ. ഇല്ല. മറ്റേ കൈ കാണിച്ചേ. ഇല്ല. ഇനി 2 കൈയും പൊക്കിയേ. ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട് കളി? ഈ കളി മുമ്പോട്ട് പോകത്തില്ല മോനെ. എന്തോ കാര്യങ്ങള് എന്റെ നടക്കത്തില്ല. സുലോനെ വെളച്ചിൽ നടക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ? കഴിഞ്ഞ ആഗസ്റ്റ് 2-ാം തീയതി നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല. നീ എവിടെ ആയിരുന്നു? അയ്യോ അണ്ണാ ഇങ്ങോട്ട് വന്നേ. അതാ ഇപ്പം വിളിച്ച് ഫോൺ എടുക്കാത്ത കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം ഞാൻ ഓർത്തത്. എന്തോ കാര്യം പറ. ജോർജ് കുട്ടി ഇല്ലയോ? ജോർജ് കുട്ടിയുടെ വീട്ടില് ഇപ്പൊ ആ മൂത്ത കൊച്ചും ഇളയ കൊച്ചും തള്ളയും മാത്രമേ അവിടെ താമസിക്കുന്നു. ജോർജ് കുട്ടി അവിടെ ഇല്ലായിരുന്നു. രാത്രി 12 മണിയായപ്പം അവിടെ ഒരു ചെറുക്കൻ കേറി വന്നിട്ട് ആ മൂത്ത പെണ്ണും ഈ ചെറുക്കനും എന്തോ ഈ ശപോശ ഭയങ്കര പിടിയും വലിയ ഉണ്ടായി. ഇത് കണ്ടോണ്ട് പെറ്റതള്ളേ അവിടെ നോക്കി നിൽക്കുവോ. അവര് ഓടി വന്നിട്ട് ഒരു ഇരുമ്പോടി എടുത്ത് ആ ചെറുക്കന്റെ തലയ്ക്ക് ഒരൊറ്റ അടി അടിച്ചു. എന്നിട്ട് ആ ചെറുക്കൻ എവിടെ വീണെന്ന് കത്തു. മരിച്ചുപോയി. എന്നിട്ട് ഇത് ജോർജ് കുട്ടിയെ വിളിച്ചു പറഞ്ഞപ്പം ജോർജ് കുട്ടി പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്തു? ആ വാഴത്തോട്ടത്തിൽ കുഴി എടുത്തിട്ട് കൊണ്ടുവന്ന് അങ്ങ് മറവ് ചെയ്ത് ഈ ബോഡി കുഴിച്ചിട്ടു. എന്റെ ദൈവമേ, നേരം വെളുത്തപ്പോ ഉണ്ടല്ലോ പട്ടാളക്കാര്, പത്രക്കാര്, പോലീസുകാരെല്ലാം കൊണ്ട് അവിടെ മുറ്റം അങ്ങ് നിറഞ്ഞു. എന്നിട്ട് എങ്ങനെയായി ബോഡി കുഴിച്ചെടുക്കാൻ? കുഴിച്ചെടുത്തു. ചത്തയൊരു പശുവിന്റെ ബോഡി. എന്നിട്ട് ഈ ചെറുക്കൻ വന്നൊരു മഞ്ഞ കാറാന്ന് തോന്നുന്നു. ആ മഞ്ഞ കാർ ജോർജ് കുട്ടി രാത്രി തന്നെ രായിക്ക് രാമാനം കൊണ്ടുവന്ന് ആ പാറക്കുളത്തിൽ കൊണ്ടുവിട്ടു. അതും പിടിച്ചു പോലീസ്. അതും പൊക്കി. ദൃശ്യം ഞാനൊരു 10 പ്രാവശ്യം ഞാൻ കണ്ടു. എന്റെ ചോദ്യം അതല്ല. ആഗസ്റ്റ് 2-ാം തീയതി നീ എന്താ ഫോൺ എടുക്കാൻ ഞാൻ ചോദിച്ചത്? പാറപ്പള്ളി ധ്യാനം അടിക്കാൻ ചെവിക്കല്ലടിച്ച് പറഞ്ഞു. എനിക്കറിയാം നീ അതിന് വരുമായിരുന്നു. ഞാൻ കാര്യം പറയാം. 2-ാം തീയതി വിശക്കുന്നുണ്ടോ? ഞാൻ ദോശ വല്ല എടുത്തോണ്ട് വരണോ? ദോശ വേണം. എന്തോ മനസ്സിലായില്ലയോ? പിന്നെ വല്ല ഫോണിന്റെ പ്രശ്നം പറഞ്ഞില്ലേ? അനിയൻ കുഞ്ഞിന്റെ പറഞ്ഞേ. അനിയൻ കുഞ്ഞിന്റെ ഫോണ് കുത്തിയെടുത്ത് പറഞ്ഞേ. എന്റെ പൊന്നു മോനെ, നിങ്ങൾ നല്ല പാർട്ടി പൊടി കുഞ്ഞിന്റെ ഇലക്കാണ് ഈ ഫോൺ കൊടുത്തു വിടുന്നത്. അംഗൻവാടി പോകുന്ന കുഞ്ഞിന്റെ ഇലക്ക് വില കൊടുപ്പുള്ള ഫോൺ കൊടുത്തു വിട്ടേക്ക്. ഞാനാ കൊണ്ട് കുത്തിയിടുന്നത് ഇവിടെ. അപ്പൊ ആരും അനിയൻ കുഞ്ഞ്? എന്റെ പേര് അനിയൻ കുഞ്ഞ്. ഈ മുതുമുതക്കലാണ് അനിയൻ കുഞ്ഞ്. അവനെ അങ്ങനെ എല്ലാരും വിളിക്കുന്നത്. പാവ. നീ ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? ഞാൻ ഇവിടെ ഒരാഴ്ചയായി താമസത്തിന്. ഒരാഴ്ച. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത്? അയ്യോ ഞാൻ പറയാൻ മറന്നു. അപ്പച്ചി കൊണ്ടുപോയി. ഒരാഴ്ചത്തെ അവധി ഉണ്ടല്ലോ. ഞങ്ങൾ താമസിക്കാൻ വന്നതിന്റെ അന്നാ നമ്മളെ പിള്ളേരും അങ്ങ് പോയി. നീ തൊട്ടപ്പുറത്താ നീ താമസിക്കുന്നേ? അത് ശരി. എത്ര ദിവസത്തേക്കാ ഇത്? ഞങ്ങളൊരു 11 മാസത്തേക്കിനെ എഗ്രിമെന്റ് ചെയ്തേക്കുന്നത്. 11 മാസം ഇവിടെ താമസിക്കും. ഇതിനിടയ്ക്ക് ഇവളോട് കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? എന്നെ അവിടുന്ന് വിളിച്ചു. 10-11 മാസം കഴിഞ്ഞിട്ട് ചെന്നാ മതി പണിക്ക്. നിങ്ങൾ വന്നപ്പം പറഞ്ഞ എന്തുവാ? നാളെ തന്നെ പോവാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സംശയം. എത്ര മാസം കൊണ്ട് നീ ഇവിടെ? എത്ര മാസം കൊണ്ട്? 11 മാസം. കൈ പിടിച്ചേ.
എന്ത്? ഞങ്ങൾ 11 മാസം ഉണ്ട്. എനിക്ക് പോയി എനിക്ക് അത് കഴിഞ്ഞ് പോയാ മതി. അല്ലെ എനിക്ക് ചേച്ചി പറയാൻ സംശയമുള്ള ചേട്ടാ ഇതാണ്. ഇത് വല്ലാത്ത സംശയം കേട്ടോ. നിങ്ങൾ സംശയം ഒരു സംശയം ചുമ്മാ പറഞ്ഞാൽ ഇവള് ചുമ്മാ പറഞ്ഞാൽ എനിക്ക് സംശയം ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ല സംശയം ഞാൻ പറഞ്ഞിട്ടുള്ളോ? വർത്താനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുള്ളൂ? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പനെ വിളിക്കട്ടെ, വിളി അപ്പനെ വിളിക്കട്ടെ. വിളി. നിങ്ങൾ അപ്പനാ? ഇതാ ഇവിടെ പരിപാടി കണ്ടോ? നൈസിൽ എന്റെ തന്തയ്ക്കും വിളിച്ചു. ചേട്ടാ എന്തൊരു ചേച്ചി കുഞ്ഞെ കണ്ണി എരി വീണു. അയ്യോ, എരി വീണ് എന്റെ കണ്ണില്. ഒന്ന് ഊത് ഇങ്ങോട്ട് വന്ന. അതങ്ങനെ എന്റെ കണ്ണ് കാണത്തില്ല. ശരി ഞാൻ ഊതട്ടെ. നീ അന്നൊന്ന് ഊതാ നീ കുഞ്ഞെന്റെ ഒരു മിനിറ്റ് ഊതാൻ പറ്റുന്ന അങ്ങനെ ചോദിച്ചാൽ ഒരു ഗ്യാപ്പ് വേണം. പോയോ? പോയി. അത് മതി. അല്ലാതെ എന്റെ കണ്ണ് കാണത്തില്ലെന്നും പറഞ്ഞ് എന്നൊരു മക്കളെന്ന് വരും. മക്കള് അവര് ഒരാഴ്ച. എടാ ഞാനാണ് ഇവിടുത്തെ ആണ്, എന്നോട് ചോദിക്കേ. മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ചേട്ടാ? മക്കളെ +2. +2 +2 മക്കള് രണ്ടുപേരും പഠിക്കുന്നത്. മൂത്തവനെത്തല്ല 7-ല്, ഇളയതോ 5-ല്, രണ്ടും കൂടെ എത്രയായി? 12. എനിക്ക് വേർതിരിവില്ല. എന്റെ മക്കളാ, എനിക്ക് ഒന്നുപോലെ ഉള്ളൂ. ശരിയാടാ പറഞ്ഞു ചേട്ടാ. ഇഞ്ഞാർക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം സംശയമല്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ വന്നപ്പം എന്റെ വീടിന്റെ അടുക്കളയിൽ ഒരു ഗ്യാസ് കുറ്റി ലീക്ക് ആയതുകൊണ്ട് ഞാൻ ചണച്ചാക്കെന്നാണ് അതിനെ മണ്ടക്കെത്തിക്കുന്നു. ഞാൻ വന്നിട്ട് ആരാടാ എന്റെ അടുക്കളയിൽ വന്ന് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മടല് വെട്ടി ആ ഗ്യാസ് കുറ്റി അടിച്ചങ്ങ് പൊട്ടിച്ചു. എന്താ പറ്റിപ്പോയേ. ഇങ്ങനെ സംശയം നിങ്ങൾ കാണിച്ചു വെക്കാം. നിങ്ങൾ കുടുംബമായിട്ട് കഴിയുന്നില്ലേ? നീ എന്താ ഞാൻ ചായ എടുത്തിട്ട് വരട്ടെ, ഇവരും വന്നില്ലയോ? ചായ എടുത്ത് കൂടെ, ഒരു ചായ എടുത്ത് അങ്ങോട്ട് എടുത്ത് കൊടുക്ക. ചേട്ടനെ എവിടെയായിരുന്നു ജോലി? ഞാൻ അവിടെ നെയ്യാറ്റിൻകരയല്ലായിരുന്നു. നെയ്യാറ്റിൻകര എവിടെ? നെയ്യാറ്റിൻകര ഇച്ചിരി അകത്തോട് കയറി പോണം. വേറെ ആർക്കും വേക്കൻസി ഉണ്ടോ? വേക്കൻസി വരുന്നോ? അങ്ങനെ നമുക്ക് ഒരുമിച്ച് വരാം. അച്ഛനെ പറഞ്ഞു. എനിക്ക് സമാധാനം കിട്ടും. അച്ഛനെ എനിക്ക് വരാല്ല, അച്ഛനെ പറഞ്ഞു വിടാൻ. കൈ കൊടുത്തു ചൂട്. ചായ. ആഹാ, ഇത് മധുരമില്ലല്ലോ. അയ്യോ, ഇത് അനിയ കുഞ്ഞിന്റെ ആയിരുന്നു. അവന്റെ പഞ്ചസാരയുടെ അളവ് വരെ അവള് പഠിച്ചു വെച്ചേക്കുവാ. ഞാൻ പറഞ്ഞിട്ട് അവന് മധുരമില്ലാത്ത കുടിക്കുന്നത്. എന്തോ അടി ഇത്? എന്തെങ്കിലും ചെറുകടി വല്ലതും ഉണ്ടോ? അതുകൊണ്ട് മിച്ചറും അവിടെ എടുത്തോണ്ട് വാ മോനെ. നീ എന്തോ അച്ഛനെ നേരാന്നാ പറഞ്ഞ? ജോലി ഉണ്ടോ? വേണോ? അച്ഛനെ പറഞ്ഞു ഞാൻ വരുന്നില്ല. തടിയൊക്കെ എടുക്കുവോ? അയ്യോ അത് എന്നാ പിന്നെ അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്തില്ലടാ. നീ കൂടെ വന്നാലേ എന്താ പറയാ, നമുക്ക് ഒരുമിച്ച് പോകുകയും വരികയും ചെയ്യരുതോ? ഞാൻ വരുന്നില്ല. ശരി അടാ, ഞാൻ നല്ലൊരു ജോലിക്ക്. നീ ഇപ്പൊ കല്യാണം കഴിച്ചാന്നോ? എനിക്ക് പക്കാവട മതിയേ. പക്കാവട ഇത് അനിയ കുഞ്ഞിന്റെ മിച്ചർ. ഒരു കാര്യം ചെയ്. എവിടെ പോവാ? കളിക്കാൻ പോവാ നിങ്ങള്? അനിയൻ കുഞ്ഞൻ നീ കൂടെ അങ്ങ് ജീവിച്ചോ. നിങ്ങൾ എവിടെ പോവാ? എന്തോ ഈ പറയുന്നത് നിങ്ങള്? അനിയൻ കുഞ്ഞൻ നീ കൂടെ അങ്ങ് ജീവിച്ചോ. ആണ് ചുമ്മാ അനാവശ്യം പറഞ്ഞു വന്നേ. ഞാൻ ഇവിടെ 7 ദിവസമേ ഉള്ളൂ ഇവിടെ താമസിക്കാൻ വന്നത്. ഞാൻ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നത്. ആ ചേച്ചി എന്നെ കാണുന്നത് സ്വന്തം അനിയനെ പോലെ. അറിയാവോ? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ സംശയിക്കൊന്നും ചെയ്യരുത്. ഞാൻ ചേച്ചി അത് ഇങ്ങനെ. മോനെ എനിക്ക് സംശയമില്ല. എനിക്ക് അങ്ങനെ ഒരു സംശയമുള്ള പാർട്ടിയേ അല്ല. ഞാൻ ഇവിടെ അങ്ങനെയല്ല കാണുന്നതും. ഇവക്കും അങ്ങനെയില്ല. ഫോണ് കുത്തിയാണ്, അത്രയല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇതിന്റെ അറ്റ ഇവിടെ കുത്തിയാക്കി ഇത് ഒരറ്റ നിന്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി കുത്തിയണം കേട്ടോ. മനസ്സിലായല്ലോ? സംശയം കൊണ്ടല്ല. എന്തൊരു ചേട്ടനാ ഇത്? ഞാനൊരു സംശയം ഒരിക്കലും മാറത്തല്ല. നിനക്ക് മനസ്സിലായി? സംശയം കഴിഞ്ഞ ദിവസം ഇവിടെ ഫുട്ബോൾ കളികൾ അങ്ങനെ ഉണ്ടെങ്കിൽ വന്ന് കാണുമല്ലോ. ഇവൻ ബന്ധു എടാ, വൈകിട്ട് 6 മണി ആവുമ്പോഴല്ലേ നീ ഫുട്ബോൾ കളി കാണാൻ ഇവിടെ വരുന്നത്. എന്നിട്ട് ഞാൻ പറയട്ടാ, മനുഷ്യനെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. രാവിലെ 6 മണി ആകുമ്പോൾ തന്നെ നീ ഇവിടുന്ന് പോകണമെന്ന്. തിരിച്ചു പോകണം. 6 മണി ആകുമ്പോഴേ ഇവൻ ഇവിടെ ഇറങ്ങി. അത്രയ്ക്ക് നമ്മൾ ഭയങ്കര ഡീസന്റ് ആയിട്ട് കഴിയുമ്പോൾ വീണ്ടും എന്നെ സംശയിച്ചു. അല്ല വിജയമേടെ അവിടെ തുണിയല്ല അവിടെ തടിപ്പണിക്ക് വന്നേ. അതാ ഞങ്ങളുടെ വീടിന്റെ ചേർന്ന് ഒരു മാവ് നിൽക്കുന്നുണ്ടോ? അതിന്റെ അപ്പുറത്ത് കൂടെ ഞങ്ങളുടെ ഈ കേബിള് പോകുന്നത് ടിവിയുടെ, അതിന്റെ മണ്ടയിൽ കമ്പ് വെട്ടിയിട്ട് അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞേര് കേട്ടോ. ശരി അവനെ ഒരു കാര്യം സ്വിച്ച് ബോർഡ് കൊണ്ടുപോകാം. സ്വിച്ച് ബോർഡ് കൊണ്ടുപോകും. വേണ്ടേ? ഇല്ലെന്ന് പറഞ്ഞു. സംശയം എനിക്കില്ലെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞല്ലോ. എനിക്ക് സംശയമില്ല. സ്വിച്ച് ബോർഡ് എന്താ ചേച്ചി പറയുന്നേ? എടാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങാർക്ക് മുടിഞ്ഞ സംശയമാണ്. ഇങ്ങയുടെ സംശയം ജീവിതത്തിൽ മാറത്തില്ല. നായയുടെ പാല് 12,000 കൊല്ലം കുടലിലിട്ടാലും അത് എങ്ങനെ ഇരിക്കത്തുള്ളൂ? വല്ലാത്ത കഷ്ടമാണ് ഇത്. ഇതാ കുഴപ്പം.